Hi, Namaste, welcome back to my channel Nitya. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സിൽ മെയിനായിട്ട് ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സിലും നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം ഇന്നത്തെ ഗോൾഡിലും ഇന്നലത്തെ മാർക്കറ്റ്, അതായത് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റും കൂടെ കമ്പാരിസൺ ചെയ്ത് ഞാൻ കാണിച്ചു തരികയാണ്. ഇതിനകത്ത് നമുക്ക് ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സിൽ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ കറക്റ്റായിട്ട് ലൈവ് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ലൈവ് നമുക്ക് മാർക്കറ്റ്, അതായത് ലൈവിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഫോറക്സ് മാർക്കറ്റ് മാത്രമല്ല NSE MCX അതേപോലെ കംപ്ലീറ്റ് ഈവൻ ക്രിപ്റ്റോ ആണെന്ന ഫുൾ മാർക്കറ്റ് സപ്പോർട്ടാണ്, ഓപ്ഷൻ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഗോൾഡിനാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ സമയമില്ലാത്തവർക്ക് ഈവനിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈവനിങ് നല്ലൊരു ആക്യുറേറ്റ് ആയി നമുക്ക് ട്രേഡ് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ മൊമെന്റ് നോക്കി ഇന്ന് 3 സിഗ്നൽ വന്നിട്ടുണ്ട്, ഒരു ബൈ 2 ബൈ ഒരു സെല്ലും. അപ്പോൾ ഇതിൽ സെല്ല് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 10 പോയിന്റോളം നമുക്ക് ട്രേഡ് തന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമ്മൾ ട്രേഡ് പിടിച്ചത് 2639 നിന്നാണ്, നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ് 25 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡ് 10 പോയിന്റ് എന്തായാലും നമുക്ക് കിട്ടിയ ഒരു ട്രേഡാണ് ഇന്നത്തെ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന 2 ബൈ നമുക്ക് കൺഫേം അല്ല, 2 ബൈ ട്രേഡ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം മോർണിംഗിൽ വന്ന ബൈ കൺഫേം ആയെങ്കിലും നമുക്ക് ബ്രേക്ക് ഔട്ട് പോകാതെ നമുക്ക് സൈഡ് വേസ് തന്നു. ലാസ്റ്റ് വന്ന ബൈ കൺഫേം അല്ല. ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ബൈസിക്കിളാണ് ബെല്ലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും താഴത്തെ 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് ടൈം, എൻട്രി പോയിന്റ് എല്ലാം താഴെയും ബെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിലിൻ്റെ കളറും കൺഫർമേഷൻ ബാറും കൂടെ നമുക്ക് നോക്കുക. ഇപ്പം ഇവിടെ ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽ ഗ്രീൻ ആണ്, താഴെ കൺഫർമേഷൻ ബാറും കൂടെ ഗ്രീൻ ആണ്, നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പം ഇവിടെ കൺഫർമേഷൻ ബാർ ഓക്കെ ആയാലും നമുക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബൈസിക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ട്രേഡ് പറ്റില്ല. ഇപ്പം ഇതിന് മുമ്പ് വന്ന ബൈക്ക് പക്ഷേ ഡിഫറൻസ് ആണ്. ഇപ്പം ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ താഴെ ഗ്രീനും ആയിരുന്നു. അപ്പം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും അതാ ട്രേഡ് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ, ഇതാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, ഇതാണ് സപ്പോർട്ട്. ഇവിടെ സെല്ല് വന്നിട്ട് ഈ സപ്പോർട്ട് ഇവിടെ കട്ട് ചെയ്തതാണ്, ഇത് ട്രേഡ് എടുക്കുക. അപ്പോൾ സ്ട്രോങ് ആയിരുന്നു. ഇപ്പം ഇവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടില്ല, അഥവാ നമ്മൾ ട്രേഡ് എടുത്താലും അടുത്ത ക്യാനിൽ വെള്ള ആയസ്ഥിതിക്ക് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്യാനിൽ സൈഡ് വേസ്, അതായത് ഒരു ട്രേഡ് എടുത്ത് കൺഫേം ആയിട്ടും റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സോഫ്റ്റ് എക്സ്ട്രാ കളർ, വെള്ള, ബ്ലൂ, ഓറഞ്ച് അങ്ങനത്തെ എക്സ്ട്രാ കളർ തരുന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആണ്. അവിടെ നമുക്ക് ആ പോർഷൻ എക്സിറ്റ് അടിക്കാൻ നമ്മുടെ സോഫ്റ്റ് പറയുന്നുണ്ട്. ഇവിടെ ഒരു ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടില്ല എന്ന് ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് വെള്ളയായിരുന്നു, അപ്പോൾ അവിടെ ഒരു ട്രേഡ് ഇല്ല എന്ന് സോഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ പോർഷൻ എക്സിറ്റ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ, മാർക്കറ്റിന്റെ അപ്ഡൗൺസ് ഈ ട്രെൻഡ് ലൈൻ നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പം ഇവിടുന്ന് ഒരു ബൈ ട്രേഡ് പോയിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് ഡൗൺ അടിച്ചപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാവുന്നതാണ് പോർഷൻ. പ്രോഫിറ്റ് കുറയുന്നതിന് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഈ ട്രെൻഡിലേ തിരിച്ച് കയറുമ്പോൾ ഒരു അപ്പല്ല, പക്ഷെ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ടെങ്കിൽ ഒരു ബൈക്കുള്ള പോർഷൻ ഇല്ല, നമുക്ക് തിരിച്ച് റിവേഴ്സ് അടിക്കുന്ന പോർഷൻ ഉണ്ട്. നമുക്ക് താഴെ റെഡാണ് നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രെൻഡിലേ തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഇവിടെ എക്സിറ്റ് അടിച്ച് തിരിച്ച് രണ്ടാമത് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എടുത്ത പോസ്റ്റ് ഇപ്പൊ തിരിച്ചു കയറിയപ്പോൾ നമുക്ക് ചെറിയ അത്രയും പോയിന്റ് കയറി ബോസ് അടിച്ചു. ഇപ്പൊ 3-2 വരെയാ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷൻ എക്സിറ്റ് അടിച്ചു വിടാം. കാരണം അത്രയും പോയിന്റ് ലെവൽ കുറയുമെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് അടിച്ച് തിരിച്ച് രണ്ടാമത് ഇറങ്ങുമ്പോൾ പിന്നെ എൻട്രി എടുത്താലും മതി. ഓക്കെ, അപ്പൊ ഒരു ട്രേഡ് മിസ്സാക്കി നെക്സ്റ്റ് ട്രേഡ് എടുക്കാൻ ട്രെൻഡ് ലൈൻ്റെ മൊമെന്റ് കൂടെ നോക്കി നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ഇവിടുന്ന് എടുക്കണം എന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അത് ബിഗിനേഴ്സിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ബാർ ചാർട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതിൽ വ്യക്തമായിട്ട് ബൈ എവിടുന്നാണ്, സെല്ല് എവിടുന്നാണ്, റിവേഴ്സൽ എവിടുന്നാണ്, എത്രത്തോളം മാർക്കറ്റ് ഇനി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വളരെ ഈസിയാണ് ഇതിലൂടെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വൺ ഡേ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുവേണ്ടി കോൺടാക്ട്.